ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. രചനാ സംവിധാനം അവതരണം ശ്രീ കലാമണ്ഡലം വിജയകുമാർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി പരിപാടിയെപ്പറ്റി കൂടുതൽ പറയുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഞാൻ സാധാരണ വേഷം കെട്ടിയിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഇത് ഒരു പുതിയ ഇതായതുകൊണ്ട് അതിൻ്റെ ഒരു വിവരണം തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ക്ഷമിക്കണം. കഴിഞ്ഞ വർഷം പഹൽഗാമിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു. അതിൻ്റെ ഫോട്ടോകൾ, അതിൻ്റെ പബ്ലിസിറ്റികൾ, ന്യൂസ് പേപ്പർ, ഇതൊക്കെ ഞാൻ ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് കണ്ടപ്പോൾ മാനസികമായിട്ട് വലിയ വിഷമമുണ്ടായി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു 4 ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കല്യാണം വന്നു. ഒരു 5 ദിവസം പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ടെററിസ്റ്റുകൾ വെടിവെച്ച് കൊന്നിട്ടപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ നമ്മളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ? എന്തിനാണ് നമ്മൾ സംസ്കാരമുള്ള മനുഷ്യരാണെന്ന് പറയുന്നത്? അപ്പോൾ ഇത് എങ്ങനെ മനസ്സിനെ ബാധിച്ചു? അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അതാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. കഥകളിക്ക് ഒരു സ്റ്റോറി ആക്കിയാലോ എന്നുള്ളത്. അങ്ങനെയാണ് ഈ സ്റ്റോറിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. ഞാൻ ആദ്യം ഒരു പെൺകുട്ടിയുടെ സ്വപ്നം, ആ കല്യാണം വരാൻ പോകുന്നു, കല്യാണത്തെക്കുറിച്ചുള്ള സ്വപ്നം. അപ്പോൾ അതിന് വേണമെന്നുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് കവിതകൾ എഴുതാമായിരുന്നു, അവരെ കൊണ്ട് എഴുതിക്കാമായിരുന്നു. പക്ഷേ ആ എഴുതുന്ന കവിതകൾ ജനങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കും. അപ്പോൾ അത് വേറൊരു സ്റ്റോറി ആയിട്ട് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ അതിനൊരു മാർഗം കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് ജനങ്ങൾക്കറിയാവുന്ന പദങ്ങൾ, പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ അതെടുക്കാം, അതെടുത്തിട്ട് ഇതിന് ഉപയോഗിക്കാം. അതാണ് ഈ ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സ്വപ്നം എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുത്തത് 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ആ പാട്ടെടുത്തു. ആ പാട്ട് അങ്ങനെ തന്നെയാണല്ലോ, സിനിമയിലും അങ്ങനെ തന്നെയാണ്. സിനിമയിലെ പദം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആലോചിച്ചത്. അപ്പോൾ അതിന് ശേഷം കല്യാണം അപ്പോൾ അതിന് ആട്ടമുണ്ട്. നാളെ എൻ്റെ കല്യാണമാണ്, ഈശ്വര എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന ആട്ടങ്ങളുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ ചെറിയ ചടങ്ങ് പോലെ ഇങ്ങനെ ആട്ടത്തിൽ കാണിക്കും. അതിനുശേഷം പിന്നാക്കം പോയിട്ട് തിരിച്ചു വരുമ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ് പിന്നീട്. പെൺകുട്ടിയല്ല, അവ സ്ത്രീയായി. അങ്ങനെ പഹൽഗാമിലെത്തി. പഹൽഗാമിൽ കാശ്മീരിൽ കാണുന്നതാണ് ആ വർണ്ണന. അവിടെ പറയുന്നത്, ചന്ദ്രകലഭം ചാർത്തി ഉറങ്ങും തീരം, ഈ മനോഹര തീരത്ത് തരുമോ എനിക്കൊരു ജന്മം കൂടി. ആ കവിത എടുത്തതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭൂമിയിൽ ആകെയുള്ളത് ഏതാണ്ട് 7 ബില്യൺ താഴെ ജനങ്ങളാണ്. ഈ നമ്മുടെ ഭൂമിക്ക് ചുറ്റും അതിനേക്കാൾ അധികം ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികളിലൊന്നും ഒരു പുഷ്പമില്ല, ഒരു ഹംസമില്ല, ഒരു വണ്ടില്ല, ഒരു ആനയില്ല, ഒരു മനുഷ്യനില്ല, ഒരു നദിയില്ല, ഒന്നുമില്ല. അതൊക്കെ ഉള്ളത് ഇവിടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വയലാർ എഴുതി, ഈ ഭൂമിദേവി വസുന്ധരേ എന്ന് പറഞ്ഞ് എഴുതിയത് അത്ര വലിയ ഒരു കവിതയാണ് അത്. ഈ ഭൂമിയെ രക്ഷിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. 50 കൊല്ലം 60 കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയ ആ കവിത ആണ് ഈ കാശ്മീർ കണ്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? മതിയാവും വരെ ജീവിച്ച് മരിച്ചവരുണ്ടോ? ഈ വലിയൊരു ക്വസ്റ്റ്യനാണത്, വലിയ ക്വസ്റ്റ്യനാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഹസ്ബൻഡിനെ കാണാനില്ല. എവിടെ പോയി അദ്ദേഹം എന്നിങ്ങനെ നോക്കുമ്പോൾ, എന്നെ അങ്ങനെ പേടിച്ചൊന്നും പോവില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഈ നദിയോടും പൂക്കളോടും ഒക്കെ ചോദിക്കാം, പ്രകൃതിയോട്. അപ്പോൾ അതിന് പറ്റിയൊരു പരിഭവത്തിൽ പറയുന്ന ഒരു പദമാണ്, പദം മറന്നല്ലോ, ആ പദമാണ്, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമചകോരി പ്രേമചകോരി എന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ ഞാൻ എനിക്ക് വലിയ ഭാഗ്യമായി എന്നുള്ള ആട്ടാണ്. അതിനോട് കൂടിയിട്ട് ഈ മലകളും പുഴകളും ഈ പൂന്തോട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് ഇനി ഞാൻ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഓടി തിരിച്ചു വരികയാണ്.
എന്താണ് ഈ കേൾക്കുന്ന ശബ്ദം? എവിടുന്ന് വരുന്നു? എനിക്ക് പേടിയാകുന്നു, എൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെ ആ ആട്ടത്തിൻ്റെ അവസാനത്തിൽ സ്ത്രീകളൊക്കെ പേടിച്ചും കൊണ്ട് ഓടുന്നു, കുട്ടികളൊക്കെ കരഞ്ഞും കൊണ്ട് ഓടുന്നു. എന്താണ് നോക്കുമ്പോൾ ഒരു ബോഡി കാണുന്നു, വേറൊരു ബോഡി കാണുന്നു. അവസാനം സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവിടെ അവൾക്ക് ഷോക്കായി. ആ ഷോക്കിൽ അവൾ പറയുന്നതാണ്, ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. അതിന് പിന്നാക്കം വന്ന് അവസാനത്തിൽ കാണുകയാണ് 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. ഈ 1000 പാദസ്വരം ഉദ്ദേശിക്കുന്നത് അന്ന് മരിച്ചു വീണ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ കാലിൽ പാദസ്വരത്തിലെ ആ പാദസ്വരം 1000 പാദസ്വരം അങ്ങനെ അതിനോട് കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഇത് ഒരു ക്ലാസിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണമാണ്. ഇതുവരെ ആരും ചെയ്യാത്തിരുന്നൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. എനിക്കിത് പറയുമ്പോൾ ഗുരുനാഥനായിട്ടുള്ള ആശാനോട് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിൽ എനിക്ക് വാക്കുകളില്ല. ആശാൻ്റെ മുമ്പിൽ കളിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. എന്നാൽ പോലും എല്ലാവരും വേണ്ടവണ്ണം ഇത് കണ്ട് ആസ്വദിക്കും, അല്ലെങ്കിൽ കഥകളി കാണാൻ ഇതൊരു വഴിയാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇതിന് പാടി തന്നിരിക്കുന്നത് ജ്യോതിഷ് ബാബു സാധനം, ചെണ്ട രാമകൃഷ്ണൻ, മതളം കലാമണ്ഡലം അനീഷ്, ശ്ലോകം എഴുതിയിരിക്കുന്നത് അത്തിപ്പറ്റ രവി. ഇതിന് തുടക്കം ഒരു ഓമിലാണ്. ആ ഓം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദേവരാജ മാസ്റ്റർ സൗണ്ടാണ് തുടക്കം. അതിനുശേഷമാണ് ശ്ലോകം. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, എനിക്കത് അറിയണം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുകയാണ്. താങ്ക് യു. ധ്യായേത് ആനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സസമാധിം സുകൃതിമനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുകം ഭൂതനാദം ശ്രീഭൂതനാദം ഭൂതനാദം ഓം ഓം ഓം. പുതുജീവിത വീഥി കാൺമതിൻ കൗതുകത്താൽ ദിനമെണ്ണുമങ്കന
അതുലസ്മിതമുൾത്തടത്തിലാർന്നിതുപോൽ രാക്കനവുണ്ടു മേവിനാൾ. ആ ആ ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാഹപൂർവ രാത്രികൾ. ഇനി ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, 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 വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവ 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 രാത്രികൾ. മാനസ സരസി പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, 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 മാനസ സരസി പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ,
നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. 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 ഈ പൂ ഇത്തിരി പൂ പകരമി പൂത്തരാം. ഈ പൂ ഇത്തിരി പൂ പകരമി പൂത്തരാം. പകരമി പൂത്തരാം. പകരമി പൂത്തരാം. ഏഴു സുന്ദര രാത്രികൾ വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്തദൂതികളെ വിരുന്നുകാരികളെ. 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 നിങ്ങളുടെ സ്വർണ്ണ കളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. 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 നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂത്തരാം.
ഈ പൂ ഇത്തിരി പൂ പകരമീ പൂ തരാം, പകരമീ പൂ തരാം, പകരമീ പൂ തരാം. ഏഴു സുന്ദര രാത്രികൾ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, 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 ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, 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 ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ. സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമരാളങ്ങളുണ്ടോ,
സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണമരാളങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണമരാളങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണമരാളങ്ങളുണ്ടോ വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ മതിയാകും വരെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ 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 വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ കൊതി തീരും വരെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം
മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. 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 കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ. 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 കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ, കണ്ടവരുണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ. 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 കവിളത്തൊരു കണ്ണീരോടെ കരനത്തിൻ കണ്ണീരോടെ. കവിളത്തൊരു കണ്ണീരോടെ കരനത്തിൻ കണ്ണീരോടെ.
കവിളത്തൊരു കണ്ണീരോടെ കരനത്തിൻ കണ്ണീരോടെ കവിളത്തൊരു കണ്ണീരോടെ കരനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ കടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ.
ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൽ ഗദ്ഗദവും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൽ ഗദ്ഗദവും ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപ്പെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ വേർപ്പെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ
ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആ പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആ പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആ പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ഓമ്പലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി. Thank you everyone. I hope you understand more Kathakali this way. And do you want to ask any question? I can answer it. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഇവിടെ ഒരു കാര്യം മറന്നു നേരത്തെ. I forgot to mention Barbara. She was working behind me all this, and thank you very much for that. And I want to say to everyone come to see, especially I want to say to thank you to Ashan, Chechi, Mali Chechi, Mola. ഇവിടെ ദേവരായ മാഷയുടെ നീസ് വന്നിരിപ്പുണ്ട്. അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത്. താങ്ക് യു. കമിൻ. ഞാൻ താഴേക്ക് വരാം. വയലാറിൻ്റെ വരികളും ദേവരാജൻ മാഷയുടെ സംഗീതവും കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ശ്രവണമധുരമായ ആ പാട്ടും എന്തെന്നില്ലാത്ത വരികളും മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് പറയാതെ തന്നെ അറിയാം. എന്നാൽ ആ കവിതകളെ
ഇങ്ങനെ ഒരു കഥകളി രൂപത്തിൽ അവതരിപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച കലാമണ്ഡലം വിജയകുമാറിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എല്ലാം പുതുമയിൽ കൂടി കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അത് വിജയിപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ, വിജയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വിജയിപ്പിക്കുന്നത് തന്നെ ഏറ്റവും ബൃഹത്തായ കാര്യമാണ്. അങ്ങനെ ശ്രമം കുറേ കാലമായിട്ട് പുതിയ കഥകളൊക്കെ അവതരിപ്പിച്ച് പരിചയമുള്ള വിജയകുമാറാണ്. ഇതിലൊക്കെ ഞാനും ചിലതിനൊക്കെ പങ്കാളിയായിട്ടുണ്ട്. എങ്കിലും അതൊക്കെ കാര്യം വേറെ, ഇത് കാര്യം വേറെ. അതായത് എന്തായാലും വേണ്ടില്ല, നമ്മൾക്ക് ഈ കവിതകളെ ദേവരാജൻ മാഷ് ഈണം കൊടുത്തതാണെങ്കിൽ പോലും നമ്മളുടെ കഥകളി രൂപത്തിലാക്കിയിട്ടുള്ളത് സദനം ജ്യോതിർബാബുവാണ്. ആ ബാബുവിൻ്റെ ആ സംഗീതം, കഥകളിക്ക് യോജിച്ച വിധത്തിലുള്ള സംഗീതം ആസ്വാദ്യജനകമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് സ്വതവേ സദനം ജ്യോതിർബാബു നല്ല പാട്ടുകാരനാണ്. അത് ഈ കവിതകളെ ഇങ്ങനെ ആസ്വാദ്യജനകമാക്കാൻ അദ്ദേഹത്തിന് അങ്ങേയറ്റം സാധിച്ചു എന്നുള്ളത് നമുക്ക് കേട്ടവർക്കൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഏതായാലും വിജയകുമാറിന് അങ്ങേയറ്റം പൊരുത്തപ്പെട്ട ഒരു പാട്ടുകാരനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും പറയാതെ വയ്യ. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ പുതുമ ഓരോന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ല കാര്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ദേവരാജൻ മാഷ് വിജയകുമാറിൻ്റെ ബന്ധുവാണ്. ഇനി അതും കൂടിയുണ്ട്. അപ്പോൾ ആ ബന്ധുത്വത്തിൽ കൂടെ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ വിജയകുമാറിനെ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ വയലാറിൻ്റെ അനുഗ്രഹവും വിജയകുമാറിനുണ്ടാവും. ബാക്കി എല്ലാവരുടെയും ഉണ്ടാവണം. സന്തോഷം. നന്ദി. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കറിയാം, ആശാൻ കഥകളി ടൂറിന് UK-ൽ 5-6 യാത്രയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഓരോ യാത്രയ്ക്കും ഒരു 3 മാസമെങ്കിലും ഉണ്ടാവും. കാരണം കണക്കാക്കിയ ഒരു 1.5 കൊല്ലം ഇംഗ്ലണ്ടിൽ ആശാൻ എന്നോടൊപ്പം അവിടെ താമസിച്ചിട്ടുണ്ട്. ആ മെമ്മറിയാണ് ഞങ്ങളുടെയൊക്കെ അനുഗ്രഹം. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആശാൻ വന്ന് ഒരു കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞ അറിയാവുമെന്ന് എനിക്കറിയില്ല. ടൂറൊക്കെ കഴിഞ്ഞ് ആശാനൊക്കെ പോന്നു. അതിനുശേഷം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. ഈ മീറ്റിങ്ങിൽ കഥകളിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാനും ബാബയാണ്. ലോകത്തുള്ള എല്ലാ ആർട്ട് ഫോമുകളും ഉണ്ട്. ആ ആർട്ട് ഫോമിൽ കഥകളി എന്ന് കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ അടുത്ത് വന്നു. ചോദിച്ചാൽ നിങ്ങളാണോ അന്ന് കഥകളി ചെയ്തേ? പറഞ്ഞു അതെ. അപ്പോൾ അവർക്കൊക്കെ അറിയേണ്ടത് അന്ന് ഈ പച്ചവേഷം കെട്ടിയ ആൾ ആരാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു അത് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ എന്ന് പറയും, അദ്ദേഹമാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ആ സ്ഥലത്ത് ഒരു 400 ആൾക്കാരെങ്കിലും ഉണ്ടാവും. ഈ 400 ആൾക്കാരിൽ ഓരോരുത്തർ ഓരോ സ്ഥലത്തായിരിക്കുന്നത്. അവരൊക്കെ പറയുകയാണ്, അവിടെ ഇരിക്കുന്ന ആൾക്ക് തോന്നുകയാണ് ആശാൻ അയാൾക്ക് വേണ്ടി കളിക്കുകയാണെന്ന്, ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുകയാണ് ആശാൻ അവർക്ക് വേണ്ടി കളിക്കുകയാണെന്ന്. അങ്ങനെ അവിടെ ഇരുന്നവർ അവർ പറയാം, ഒരു 10 പേരുണ്ട്, അവരെല്ലാവരും പറയുക ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു. ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതെ അങ്ങനെ അതാണ് ആശാൻ. ആ ആശാൻ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. ദേവരാജ മാഷൻ്റെ അനന്തരവളാണ് കേട്ടോ. ഇവിടെയാണ് താമസിക്കുന്നത്, തൃശ്ശൂർ. ദേവരാജ മാഷ അനന്തരവളാണ്. ഞാൻ ആയിക്കട്ടെ. എൻ്റെ ചെറിയമ്മയുടെ ഹസ്ബൻഡാണ് ദേവരാജ മാഷ്. അന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസ് ചെന്നപ്പോൾ ആശാനൊക്കെ
ആശാനെയൊക്കെ വീട്ടിൽ വിളിച്ച് എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. താങ്ക് യു.